ഹലോ, വെൽക്കം ബാക്ക്. വിന്റർ ഇസ് ഓൾമോസ്റ്റ് ഹിയർ. ഞാനൊരു വിന്റർ പേഴ്സണേ അല്ല. ഇങ്ങനെ മൂടിക്കെട്ടിയ വെതർ അത്ര താല്പര്യമുള്ളതല്ല. എനിക്കിങ്ങനെ ബ്രൈറ്റ് സണ്ണി ലൈവ്ലി വെതറാണ് ഇഷ്ടം. എന്നിരുന്നാൽ പോലും ഞാൻ ഈ വിന്ററിലും എൻ്റെ സ്വന്തം ഹാപ്പിനെസ് കണ്ടുപിടിച്ച് ഞാൻ ആ വെതർ എൻജോയ് ചെയ്യും. വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ ജോയ്. നമ്മുടെ സന്തോഷം മറ്റുള്ളവർ കൊണ്ടുതരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ അത് നമുക്ക് ഹാർട്ട് ബ്രേക്കിന് കാരണമാകും. അതിനാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, എ പീസ്ഫുൾ ബ്രേക്ക്ഫാസ്റ്റ്, എ ഗുഡ് ബുക്ക്, മ്യൂസിക് ദറ്റ് വാംസ് ദ സോൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ്. വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഏകദേശം 200 ഗ്രാംസ് വെണ്ടയ്ക്ക എടുത്ത് കഴുകി നന്നായി ഉണക്കി വളരെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 പച്ചമുളകും കഴുകി തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിൽ 1 കപ്പ് തൈരെടുത്ത് അതിൽ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ ഇട്ടു. ഇതിട്ടിട്ട് നന്നായി ഇളക്കി മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് പിടിക്കും. നന്നായി മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വെണ്ടയ്ക്ക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 10-12 മിനിറ്റ് എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്യണം. ഞാൻ വെണ്ടയ്ക്ക മൂപ്പിച്ചപ്പോൾ ഉപ്പിട്ടില്ല. തൈരിൽ ഉപ്പിട്ടത് കൊണ്ട് അതിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇപ്പോൾ വെണ്ടയ്ക്ക പച്ചടി റെഡിയായി. ഈ വെണ്ടയ്ക്ക പച്ചടിയും എൻ്റെ മറ്റുള്ള ഡിഷസ് പോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ ടേസ്റ്റും സൂപ്പറാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഡു ട്രൈ ഇറ്റ്. That's all for today. We'll be back soon. See you later. Bye bye.